നമസ്കാരം. ഒന്നുകിൽ കേന്ദ്രത്തിൻ്റെ സ്ഥിരം അവഗണന, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പോരായ്മ. സെലിംഗമിൽ ആരംഭിക്കുന്നു. ഇന്നലത്തെ ഹിന്ദു പത്രം ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്തു. 2026 ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എ ഡേ ആഫ്റ്റർ ദ ഹിന്ദു റിപ്പോർട്ടഡ് ദാറ്റ് ദ സെന്റർ ഹാസ് ടേൺ ഡൗൺ, കേന്ദ്രം തിരസ്കരിച്ചു. എ ഡേ ആഫ്റ്റർ ദ ഹിന്ദു റിപ്പോർട്ടഡ്, അപ്പോൾ അതിന് ഒരു ദിവസം മുമ്പ് അവർ ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഒരെണ്ണം തിരസ്കരിച്ച വിവരം റിപ്പോർട്ട് ചെയ്തു. A day after the Hindu reported that the center has turned down a plea by Kerala seeking financial assistance for the ambitious Port City project of the Kerala government. പുതിയ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ പോർട്ട് സിറ്റി, അതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിന് നൽകിയ പ്രോജക്റ്റ് റിപ്പോർട്ട് തിരസ്കരിച്ചു. The center had turned down the plea of Kerala, citing a lack of feasibility study. ഇതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. ലാക്ക് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട്സ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്സ്. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കേന്ദ്രത്തിനെ സമീപിക്കുക? ഇപ്പൊ കാലം മാറി, കേരളം മാറി, തലസ്ഥാനം മാറി. ഈ സാഹചര്യമൊക്കെ പഠിച്ചിട്ട് വേണം എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇനി കേന്ദ്ര ഗവൺമെന്റ് അല്ല, ആഗോള ഏജൻസി അല്ല, ഏത് കമ്പനികളുമായിട്ട് സംസാരിക്കുമ്പോഴും ആദ്യം നിരത്തേണ്ട കുറേ വസ്തുതകളുണ്ട്. അത് നിരത്തി കഴിഞ്ഞാൽ ആർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നുമില്ലാത്ത തരത്തിൽ പഴയതുപോലെ ഓണറബിൾ ക്യാബിനറ്റ് സെക്രട്ടറി, ഓണറബിൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കത്ത് തുടങ്ങിയാൽ പഴയതുപോലെ തന്നെ ബൂമറാങ്ങിൽ വരും. ഇവിടെ എന്താണ്? ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടും ഇല്ല, ഫീസിബിലിറ്റി സ്റ്റഡിയും ഇല്ല. ഇതില്ലാതെ എന്തിനാണ് നമ്മൾ സമീപിക്കുന്നത്? കേരളീയരെ മൊത്തം നാണം കെടുത്തുകയല്ലേ. കേരളം ഇപ്പോഴും പഴയ കേരളമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തിനാണ് കത്തുകൾ അയക്കുന്നത്? ദ യൂണിയൻ പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മിനിസ്ട്രി ഹാസ് കൺഫേംഡ് ദാറ്റ് ഇറ്റ് ഹാസ് റിസീവ്ഡ് എ മെമ്മോറാണ്ടം ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സീക്കിംഗ് സപ്പോർട്ട് അണ്ടർ വേരിയസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ്. പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ ഗതിശക്തി, അങ്ങനെയുള്ള കുറേ അധികം പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെന്റ് പ്രപ്പോസൽ അയച്ചത്. പക്ഷെ പ്രപ്പോസൽ ആവശ്യമായ പഠനം നടത്താതെ, വസ്തുതകൾ നിരത്താതെ, തെളിവുകൾ ഹാജരാക്കാതെ ആരെങ്കിലും കാര്യമായിട്ട് പരിഗണിക്കുമോ? പഴയ ഒരു റിപ്പോർട്ട് അതുപോലെ എടുത്ത് അയച്ചതുപോലെ തോന്നുന്നുണ്ട്. പുതിയ ഗവൺമെന്റിന് ഇത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കണം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ക്ലാരിഫൈഡ്. സ്റ്റേറ്റ് ഗവൺമെന്റ് മറുപടി കൊടുത്തതാണ് ഹിന്ദു രണ്ടാമത്തെ ദിവസം പറയുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ക്ലാരിഫൈഡ് ദാറ്റ് ഇറ്റ് വുഡ് അപ്രോച്ച് ദി അതോറിറ്റീസ് കൺസേൺ വിത്ത് റെലവൻറ്റ് ഡോക്യുമെന്റ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് പ്രിപ്പറേറ്ററി സ്റ്റഡീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ്. അത് നാണം കെട്ടില്ലേ നമ്മൾ? കേരളം നാണം കെട്ടില്ലേ? ഈ ഒരു പഠനവും നടത്താതെ നമ്മൾ. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ചിത്രം എന്താണ്? കേരളം യോഗ്യത നേടിയിട്ടില്ല, കേരളത്തിന് അർഹതയില്ല എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ആദ്യത്തെ കത്തിലൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പറയുകയാണ് നമ്മൾ വീണ്ടും ഇതൊക്കെ ഒന്ന് പഠിച്ച് പ്രൊസീജിയർ മുഴുവൻ പാലിച്ചുകൊണ്ട് വീണ്ടും കത്തയക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണ്? അത് ചെയ്തിട്ട് പോരെ? ഇത് പൂർണ്ണമായി ചെയ്തിട്ട് വേണ്ടിയിരുന്നില്ലേ ഇത് അയക്കുന്നത്? അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്ത് ഒരു ചീത്തപ്പേരുണ്ടാക്കി കേരളം പഴയത് തന്നെ എന്നൊരു തോന്നലുണ്ടാക്കാനും അവിടെ സംസാര വിഷയമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കേരളം നടത്തിയ ആദ്യ ശ്രമത്തിന്റെ ഫലമെന്ന് കേന്ദ്രവും കൺഫേം ചെയ്യുന്നുണ്ട്. ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ കൺഫേം ദാറ്റ് ഇറ്റ് ഹാസ് റിസീവ്ഡ് എ മെമ്മോറാണ്ടം ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സീക്കിംഗ് സപ്പോർട്ട് അണ്ടർ വേരിയസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ്. സ്പോർട്സ് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വകുപ്പുകളിലൊക്കെ നമുക്ക് അവകാശം, ആ വാക്കാണ് ഉപയോഗിക്കേണ്ട. ഞങ്ങൾക്ക് സഹായമല്ല, ഞങ്ങളുടെ റൈറ്റ് വേണം. റൈറ്റ് എന്താണെന്ന് ഇനി പറയാം. ഞങ്ങളുടെ റൈറ്റ് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്ന തരത്തിലുള്ള കത്ത് മാത്രമല്ല, നേരിട്ട് പോയി പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി പോയിന്റുകൾ വിശദീകരിച്ച് പഴയ കേരളമല്ല പുതിയ കേരളം എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണം പുതിയ സർക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഈ നാണക്കേടിന്റെ സാഹചര്യത്തിൽ സെയിലിംഗ് കമ്മിറ്റിക്ക്
സെയിലിംഗ് കമ്പനിക്ക് തന്നെ നാണക്കേടാണ്. കേന്ദ്രം ഈ സാഹചര്യത്തിലും കേരളത്തിന്റെ ഒരു പ്രപ്പോസൽ തിരിച്ചയച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് പോലും നാണക്കേടാണ്. അതുകൊണ്ട് കേരള സർക്കാർ തെറ്റ് തിരുത്തി അടിയന്തിരമായി നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് പഴയ കണക്കുകൾ വെച്ചുകൊണ്ടല്ല. എപ്പോഴും നമ്മൾ മുൻവർഷം അല്ലെങ്കിൽ അതിന്റെ മുൻവർഷത്തേതനുസരിച്ച് ഇന്നതാണ് എന്നല്ല പറയേണ്ടത്. ഇനി പറയേണ്ടത് 2020 ഏറ്റവും കുറഞ്ഞത് 2028 പ്രൊജക്ഷൻ വെച്ചെങ്കിലും സംസാരിക്കണം. 2-3 കാര്യങ്ങൾ സെയിലിംഗ് കമ്പനി പറയാം. 2028 ആകുമ്പോൾ തലസ്ഥാനം ട്രിവാൻഡ്രത്തെ പോർട്ട് മാത്രം, മറ്റെന്താണ് കേന്ദ്രത്തിന്റെ പോർട്ടാണ്. കേന്ദ്രത്തിന്റെ പോർട്ടിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ നമ്മൾ ആളല്ല. തലസ്ഥാനത്തെ പോർട്ട്, കേരള സർക്കാരിന്റെ പോർട്ട് ഏറ്റവും കുറഞ്ഞത് 3695 കോടി രൂപയ്ക്ക് തുല്യമായ വിദേശ നാണ്യം രാജ്യത്തിന് ലാഭപ്പെടുത്തി കൊടുക്കും. ഈ 2025-26 കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊജക്ഷനാണ്. നമ്മൾ നടത്തിയിട്ടുള്ള 13 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ഇനത്തിൽ ലാഭപ്പെടുത്തിയ വിദേശ നാണ്യം, അല്ലെങ്കിൽ ഇത് ദുബായ്ക്കും കൊളംബോയ്ക്കും സിംഗപ്പൂരിനും പോർട്ട്ലാൻഡിനും ഒക്കെ ആയിട്ട് വീതം വെച്ച് കൊടുക്കേണ്ടിയിരുന്നത് TRV ലാഭപ്പെടുത്തി കൊടുത്തി എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2028 ആകുമ്പോൾ ലാഭപ്പെടുത്തി കൊടുക്കാൻ പോകുന്ന തുക 3695 കോടി രൂപയ്ക്ക് തുല്യമാണ്. ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, ഇന്ത്യയുടെ കറൻസി അല്ല. ഫോറിൻ എക്സ്ചേഞ്ച് ആകുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. അപ്പൊ അങ്ങനെ ലാഭപ്പെടുത്തി കൊടുക്കുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയ്ക്ക് ആ തുറമുഖത്തിന് അതിന് തുല്യമോ അതിനേക്കാൾ കൂടിയ നിരക്കിലുള്ള നിക്ഷേപം, കേന്ദ്രത്തിന്റെ പങ്കാളിത്തം ഇതിനകത്തുണ്ടാകണം. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവൻ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. കേരളം അത് ലാഭിച്ചു കൊടുക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ പ്രാധാന്യം കേരളത്തിനും തലസ്ഥാന ജില്ലയ്ക്കും കിട്ടണം. രണ്ടാമത്തത്, 2028 ആകുമ്പോൾ രാജ്യത്ത് മൊത്തം കൈകാര്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കണ്ടെയ്നറുകളുടെ ത്രൂപുട്ട് എന്ന് പറയും. മൊത്തം കയറ്റുമതി ഇറക്കുമതി എല്ലാം കൂടി ചേരുന്ന കണ്ടെയ്നറുകളുടെ 12.5% കേരളത്തിന്റെ എന്നും പൂർണ്ണമായും പറയാൻ പറ്റുക തലസ്ഥാനത്തിന്റെ. കാരണം കേരളത്തിൽ 2 പോർട്ടുണ്ട്. അവരുടെ പോർട്ടിന്റെ കണക്കിനെ കുറിച്ചും പ്രൊജക്ഷനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. തലസ്ഥാനത്തെ പോർട്ട് 12.5%, രാജ്യത്തിന്റെ 1.18% കേരളം. രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1.18% വരുന്ന കേരളം, അതിൽ തന്നെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ദശാംശം, ആ തലസ്ഥാനം TRV രാജ്യത്തിന് 12.5% കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ ഈ തുറമുഖം വളർന്നിരിക്കും. 12.5%. ഇത് നിലവിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തെ ഇന്ന് രാജ്യം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന കൊലകൊമ്പന്മാരായ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആ പോർട്ടുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് TRV കഴിഞ്ഞ വർഷം നടത്തിയ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊജക്ഷനാണ് 2028 ഇവിടുത്തെ ബ്രേക്ക് വാട്ടറും ബർത്തും ഒക്കെ നീളം കൂടുമ്പോൾ രാജ്യത്തിന്റെ 12.5% വിഹിതം TRV ആയിരിക്കും നിർവഹിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തിരിയില്ലാത്ത സംസ്ഥാനം 2 കാര്യത്തിലൂടെ രാജ്യത്തെ നമ്പർ 1. ഇത് 2028 നിലവിലുള്ള അദാനി ഗ്രൂപ്പിന്റെ പ്രൊജക്ഷൻ മാത്രമാണ്. നമ്മൾ പറയുന്ന 10 കോടി എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സംഖ്യയെല്ലാം അങ്ങ് പോകും, കണക്കെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മാറും. ഇപ്പൊ 270 ആണല്ലോ ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക്, 270 സംതിങ് ആണ്. നമ്മൾ 10 കോടിയാണ് പറയുന്നത്. അതും കൂടി വരികയാണെങ്കിൽ മൊത്തം ഇന്ത്യയുടെ മൊത്തം വ്യാപാരം അതിന്റെ 5 ഇരട്ടിയായിരിക്കും TRV കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളിടത്ത് ഇങ്ങനെ വിലപേശി ഒരു കാര്യം കൂടി പറയാം. കേന്ദ്രം നയാ പൈസ മുടക്കിയിട്ടില്ല. ആകെ കൊടുത്തത് ഒരു വായ്പയാണ്. 860 കോടിയോ 813 കോടിയോളം വരുന്ന VGF എന്നുള്ള പേരിൽ തുടങ്ങി അവസാനം വായ്പയാക്കി മാറ്റിയ കേന്ദ്രത്തിന് ടാക്സ് ഇനത്തിൽ 42 കോടി രൂപ ഇപ്പൊ തന്നെ കിട്ടി. 42 കോടി രൂപ. 278 കോടി രൂപയാണ് ബിഫോർ ടാക്സ്. TRVയുടെ കണക്കാണ് പറയുന്നത്. ബിഫോർ ടാക്സ് 278.71 കോടി. ആഫ്റ്റർ ടാക്സ് കുറച്ചിട്ടത് 236.70 കോടി. അപ്പോൾ 42.01 കോടി രൂപ നികുതി ഇനത്തിൽ ഈ തുറമുഖം നൽകി കഴിഞ്ഞു. അപ്പൊ ഈ 3 ഘടകങ്ങൾ വെച്ചുകൊണ്ട്
നാളെ ചെയ്യാൻ പോകുന്ന ഷിപ്പ് മെയിൻ്റനൻസ്, ബങ്കറിംഗ്, ക്രൂ ചേഞ്ച്, ക്രൂയിസിംഗ് തുടങ്ങിയ ഇക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് TRV ആണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഒരു സെക്രട്ടറിക്കും മറുവാക്ക് ഉച്ചരിക്കാൻ പോലും അവകാശമുണ്ടാകില്ല എന്നുള്ളതാണ് ഇത്തരം കണക്കുകൾ. നാളിതുവരെ രാജ്യത്തിനില്ലാത്ത കണക്കുകൾ നമ്മൾ നിരത്തിയാൽ നമ്മൾ ചോദിക്കുന്ന പണം, ചോദിക്കുന്ന പദ്ധതി, ചോദിക്കുന്ന അനുമതി ഇവയെല്ലാം കേന്ദ്രം തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള വിവരം ആവർത്തിച്ച് ഒന്നുകൂടി സെയിലിംഗ് കമന്ററി വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കുകയാണ്.